ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തതാണ് ഡി സി മെഷീന്റെ EMF ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. അതുവഴി നമ്മുടെ ജോലി ഉറപ്പാക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ പോകുന്നത് അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് DC മെഷീൻസ് ആണ്. സോ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. റൈറ്റ്. So a DC shunt generator gives a terminal voltage of 200 volt. It gives a load current of 18 ampere. What will be the armature current if the shunt field resistance is 100 ohm? അതായത് ഒരു DC shunt generator. ഷണ്ട് ജനറേറ്റർ DC ജനറേറ്ററിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒന്നാണെന്ത്, ഷണ്ട് ജനറേറ്റർ കേട്ടോ. അപ്പൊ ഷണ്ട് ജനറേറ്ററിൽ ടെർമിനൽ വോൾട്ടേജ് എത്രയാ? 200 വോൾട്ട് ആണ്. ടെർമിനൽ വോൾട്ടേജ് 200 വോൾട്ട് ആണ്. ഇറ്റ് ഗീവ്സ് എ ലോഡ് കറണ്ട് ഓഫ് 18 ആംപിയർ. 18 ആംപിയറിന്റെ ഒരു ലോഡ് കറണ്ട് ഇത് തരുന്നുണ്ട്. Then what will be the armature current if the shunt field resistance is 100 ohm? 100 ohm ആണ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറേറ്ററിന്റെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത് സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, ഇതിന്റെ എല്ലാം സർക്യൂട്ട് ഡയഗ്രവും അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾക്ക് വരിക. സർക്യൂട്ട് ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, കറണ്ടിന്റെ ഒക്കെ റിലേഷൻസ്, ഓക്കെ, ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരിക. വലിയ കോംപ്ലക്സ് സർക്യൂട്ട് ഡയഗ്രാം ഒന്നും വരില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള സീരീസിൻ്റെത്, ഷണ്ടിൻ്റെത്, കോമ്പൗണ്ട് 2 എണ്ണം, ഓക്കെ, പിന്നെ ഇങ്ങനെ 5 എണ്ണം സെപ്പറേറ്റ് എക്സൈറ്റഡ്, ഇങ്ങനെ 5 ഡയഗ്രാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. സീരീസിന്റെ ഡയഗ്രാം, ഷണ്ടിന്റെ ഡയഗ്രാം, ദെൻ കോമ്പൗണ്ടിന്റെ 2 എണ്ണം, ഷോർട്ട് ഷണ്ട്, ലോങ് ഷണ്ട് വരുന്നുണ്ട്, ദെൻ സെപ്പറേറ്റ് എക്സൈറ്റഡ്, അങ്ങനെ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എന്തായി, ഇതിന്റെ സർക്യൂട്ട്സ് എല്ലാം ആയി. അപ്പൊ അതേ സാധനം തന്നെ നമുക്ക് മോട്ടറിന് യൂസ് ചെയ്യാം. ജനറേറ്ററിന് യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെ മോട്ടറിന് യൂസ് ചെയ്താൽ ഡയറക്ഷൻ തിരിച്ചാൽ മതി, കറണ്ട് ഡയറക്ഷൻ തിരിച്ചാൽ മതി. അത് നമുക്ക് മോട്ടോർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ച് പറയാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന അനുസരിച്ച് ഷണ്ട് ജനറേറ്റർ ആണ്. ഷണ്ട് ജനറേറ്ററിലാകുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമുക്കറിയാം ഷണ്ട് ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നമുക്കിവിടെ ആർമേച്ചർ വരുന്നുണ്ട്. ആർമേച്ചർ, ദെൻ ഷണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് എന്തായിരിക്കും, പാരൽ, ആർമേച്ചറിന് പാരൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ജനറേറ്റർ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് ജനറേറ്റ് ആവുന്നത്. EG എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. RA, ആർമേച്ചർ റെസിസ്റ്റൻസും ഇവിടെയാണ് വരിക, അല്ലെ? ഇനി DC shunt generator gives a terminal voltage of 200 volt. അവിടെ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് എത്ര കിട്ടും, 200 വോൾട്ട് എന്നാ പറയുന്നത്. ടെർമിനൽ വോൾട്ടേജ് 200 വോൾട്ട്. അപ്പൊ പ്ലസും മൈനസും നമുക്ക് ഒരു പൊളാരിറ്റി കൊടുക്കും. പ്ലസും മൈനസും 200 വോൾട്ട് ആണ്. ഇറ്റ് ഗീവ്സ് എ ലോഡ് കറണ്ട് ഓഫ് 18 ആംപിയർ. ലോഡ് കറണ്ട് 18 ആംപിയർ. അപ്പൊ ലോഡിൽ കിട്ടുന്ന കറണ്ട് എത്രയാ, 18 ആംപിയർ ആണ്. ലോഡിൽ കിട്ടുന്ന കറണ്ട് 18 ആംപിയർ ആണ്, അല്ലെ? 18 ആംപിയർ ആണ്. ഓക്കെ. ഇനി വാട്ട് വിൽ ബി ദ ആർമേച്ചർ കറണ്ട് ഇഫ് ദ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് 100 ഓം? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 100 ഓം ആണ്, അല്ലെ? 100 ഓം ആണ്. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 100 ഓം ആണ്. അങ്ങനെയെങ്കിൽ ആർമേച്ചർ കറണ്ട്, ആർമേച്ചറിൽ നിന്നുണ്ടാവുന്ന കറണ്ട് IA ആണ് അവർ ചോദിക്കുന്നത്. അപ്പോ ഇവിടുത്തെ റിലേഷൻ നമുക്കറിയാം. ഇവിടെ ഷണ്ട് റെസിസ്റ്റർ, ഷണ്ട് ജനറേറ്ററിലാണെങ്കിൽ ഇവിടെ കറണ്ടിന്റെ ഇത് ഷണ്ട് കറണ്ട്, ഷണ്ട് ബ്രാഞ്ചിലേക്കുള്ള കറണ്ട് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും IA എന്ന് പറയുന്ന ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇത് ലോഡ് കറണ്ട് ആണ്. IL ലോഡ് കറണ്ട് ആണ്. IA ഈക്വൽ ടു IL പ്ലസ് ISH. കാരണം ഇവിടെ നിന്ന് കറണ്ട് ജനറേറ്റ് ആവും, അല്ലെ? ഇവിടെ നിന്നാണ് കറണ്ട് ജനറേറ്റ് ആവുന്നത്. ഇവിടെ നിന്ന് ജനറേറ്റ് ആവുന്ന കറണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ ഫീൽഡ് എക്സൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, പിന്നെ ലോഡിലേക്ക് പോകും. അപ്പൊ കറണ്ട് ഇവിടെ വന്നിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും, ഇങ്ങോട്ടും പോകും, താഴേക്കും പോകും. ഇങ്ങനെ ഫീൽഡ് എക്സൈറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോൾട്ടേജ് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. സോ ആർമേച്ചറിൽ നിന്ന് വരുന്ന കറണ്ട് ലോഡിലേക്ക് പോകുന്നതിനൊപ്പം ഒരു ചെറിയ പാർട്ട് കറണ്ട് എന്തിലേക്ക് വേണം, ഫീൽഡിലേക്ക് വേണം. അതുകൊണ്ടാണ് ISH, ഷണ്ട് ഫീൽഡ് കറണ്ടും ലോഡ് കറണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ആർമേച്ചർ കറണ്ട്, ജനറേറ്റർ കറണ്ട് കിട്ടുന്നത് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കാൽക്കുലേഷനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് നോക്കൂ, നമ്മള് പാരൽ സർക്യൂട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? പാരൽ സർക്യൂട്ടിൽ എന്താ പറയുന്നത്, വോൾട്ടേജ് പാരൽ കണക്റ്റഡ് ആയിട്ടുള്ളതിന്റെ എല്ലാം വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഷണ്ട് കണക്ഷൻ, ഇത് ഷണ്ട് കണക്ഷനും ആർമേച്ചറിന്റെ കണക്ഷനും പാരൽ ആണ്, അല്ലെ? ആർമേച്ചറും ഷണ്ടും പാരൽ ആണ്. അപ്പൊ ആർമേച്ചറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഷണ്ടിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ രണ്ടും 2 റെസിസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ 2 റെസിസ്റ്ററിനും പാരലായിട്ട് ഒരു വോൾട്ടേജ് ഉണ്ട്, 200 വോൾട്ട്. 2 റെസിസ്റ്ററും പാരൽ സർക്യൂട്ടിലെ വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ ഈ 100 ഓമിനും ഈ ആർമേച്ചറിനും അക്രോസ് എല്ലാം എന്താണ്, നമുക്ക് വോൾട്ടേജ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ചൂടെ? കറണ്ട് കണ്ടുപിടിക്കാം.
ISH എത്ര കിട്ടും? ISH എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. ISH അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ RSH റെസിസ്റ്റൻസ് എത്രയാ? 100. അപ്പൊ എത്ര കിട്ടും? 2 ആംപിയർ ആണ് കിട്ടുക. 2 ആംപിയർ, 2 ആംപിയർ ആണ് കറണ്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഫോർമുല എന്തായിട്ട് മാറും? IA ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ലോഡ് കറണ്ട് നമുക്ക് ഓൾറെഡി അറിയാം എത്ര? 18 ആംപിയർ പ്ലസ് 2 ആംപിയർ വരുന്നു. 20 ആംപിയർ ആണെന്ത്? ആർമേച്ചർ കറണ്ട്. ഇവിടെ നിന്നുണ്ടാവുന്ന കറണ്ട് എത്ര? 20 ആംപിയർ. ഓക്കെ, അപ്പോ ആ ഒരു സർക്യൂട്ട് വരയ്ക്കുക, അതിന്റെ കറണ്ട് ഡയറക്ഷൻ വരയ്ക്കുക, കഴിഞ്ഞു. കേട്ടോ, ക്വസ്റ്റ്യൻ സോൾവ് ആയി. റൈറ്റ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ജനറേറ്റർ ഇഫ് ഇറ്റ്സ് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ? Okay, what is the name of the generator if its field is connected in parallel with armature? അപ്പൊ നമുക്കൊരു ആർമേച്ചർ ഉണ്ട്. ആർമേച്ചറിന് പാരലൽ ആയിട്ടാണ് ഫീൽഡ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ജനറേറ്ററിന്റെ പേരെന്താ? അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഷണ്ട് ഫീൽഡ് അല്ലെ? ഇതാണ് പാരലൽ കണക്ട് ഷണ്ട് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഷണ്ട് ജനറേറ്റർ. ഓക്കെ, ഷണ്ട് ജനറേറ്റർ ആണ് നമുക്ക് വരുന്നത്. ഷണ്ട് ജനറേറ്റർ. സീരീസ് ജനറേറ്റർ എങ്ങനെ വന്നേനെ? ആർമേച്ചർ ഉണ്ടാവും, ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഫീൽഡ് കണക്ട് ഉണ്ടാവുക. ഇതാണ് സീരീസ് ജനറേറ്റർ. കോമ്പൗണ്ട് ജനറേറ്റർ ആണെങ്കിലോ ഷണ്ടും ഉണ്ടാവും. കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ നമുക്ക് സീരീസ് ഉണ്ടാവും, ഷണ്ടും ഉണ്ടാവും അല്ലെ? സീരീസ് ഉണ്ടാവും, ഷണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടാവും. രണ്ടും കോമ്പിനേഷൻ വരുന്നതാണ് കോമ്പൗണ്ട് ജനറേറ്റർ. ഇപ്പൊ ഷണ്ട്, ഇത് സീരീസ്, ഇത് കോമ്പൗണ്ട്, ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാ? എല്ലാം സെൽഫ് എക്സൈറ്റഡ് അകത്ത് വരുന്നതാണ്. ഷണ്ട് ഫീൽഡും സീരീസും കോമ്പൗണ്ടും എല്ലാം സെൽഫ് എക്സൈറ്റഡ് ആണ്. കാരണം അതിലെ ആർമേച്ചറിൽ നിന്ന് ഉണ്ടാകുന്ന കറണ്ട് കൊണ്ട് തന്നെയാണ് അതിന്റെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫീൽഡ് ഇവിടെ ഏതൊക്കെയാ? ഇതിവിടെ ഷണ്ടിൽ ഇതാണ് ഫീൽഡ്, സീരീസിൽ ഇവിടെയാ ഫീൽഡ്, കോമ്പൗണ്ടിൽ ഇത് രണ്ടുമാണ് ഫീൽഡ്. അപ്പൊ ഈ കറണ്ട്, ഈ ഫീൽഡുകളെല്ലാം സപ്ലൈ ചെയ്യുന്ന കറണ്ട് ഏതാണ്? ആർമേച്ചറിൽ തന്നെ ഉണ്ടാകുന്ന കറണ്ടാണ്. അതിന്റെ സെൽഫ്, അത് തന്നെ ഉണ്ടാക്കുന്ന കറണ്ട് കൊണ്ടാണ് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നത്. അതാണ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിൽ എന്താ വരുന്നത്? പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് ഷണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. അവിടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. വൈ ദ DC സീരീസ് ജനറേറ്റർ ഫീൽഡ് വൈൻഡിങ് ഈസ് വൗണ്ട് വിത്ത് തിക്ക് വയർ? DC സീരീസ് ജനറേറ്റർ നമ്മളിപ്പോ നോക്കിയതേ ഉള്ളൂ. എന്താണ്? ആർമേച്ചർ ഉണ്ടാവും, ദെൻ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ ഇത് ഇവിടെയാണ് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് V വരുന്നത്. കേട്ടോ, ടെർമിനൽ വോൾട്ടേജ് V വരുന്നത്. ഇത് പ്ലസ് മൈനസ്, ഇവിടെ EG ഉണ്ട്, RA ഉണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് RA ഉണ്ടാവും. ഇത് സീരീസ് റെസിസ്റ്റൻസ് RSC ആണ്. അപ്പോ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഈ സീരീസ് വയറിന്റെ ഇത് തിക്കായിട്ട് കൊടുക്കാനുള്ള കാരണം എന്താ? കട്ടി കൂടി കൊടുക്കാനുള്ള, കനം കൂട്ടി കൊടുക്കാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? ഇവിടെ ഈ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് എല്ലാം എങ്ങോട്ടാ പോവുക? ഈ സീരീസ് റെസിസ്റ്റൻസിൽ കൂടെയാണ് പുറത്തേക്ക് പോവുക. അപ്പൊ പുറത്തേക്ക് നമ്മൾ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡിലേക്ക് വരുന്ന എല്ലാ കറണ്ടും എന്തിന് ഈക്വൽ ആയിരിക്കും? പുറത്തേക്ക് വരുന്ന ലോഡ് കറണ്ട് IL എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ISCക്ക് ഈക്വൽ ആയിരിക്കും. സീരീസ് ഫീൽഡ് കറണ്ടിന് ഈക്വൽ ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആർമേച്ചർ കറണ്ട് ഈക്വൽ. അപ്പൊ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ എന്ത്? സീരീസ് ഫീൽഡ് കറണ്ട്. അത് തന്നെയാണ് എന്ത്? ലോഡ് കറണ്ട്. അപ്പോ അതൊരു വലിയ കറണ്ട് അല്ലേ? വലിയ കറണ്ട് ഫ്ലോ ചെയ്ത് പോകണം. അപ്പോൾ കനം കുറഞ്ഞൊരു വയറാണെങ്കിൽ, ഒരു കണ്ടക്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ? ഫെയിൽ ആവും, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അപ്പൊ ലോസ് കൂടുതലുണ്ടാവും കനം കുറഞ്ഞത്. കനം കൂട്ടിയാൽ എന്താ സംഭവിക്കുക? തിക്നെസ് കൂടിയാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടിയിൽ. തിക്നെസ് കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ തിക്നെസ് കൂടുന്തോറും കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും? അതിന് കൂടും. ഓക്കെ, അപ്പൊ വലിയ കറണ്ട് എന്ത് ചെയ്യാം? ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റും. സോ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാരി ദ ലോഡ് കറണ്ട്. കണ്ടോ, ഇവിടെ എന്താണ്? ലോഡ് കറണ്ട് ക്യാരി ചെയ്യാനാണ്. റെഗുലേറ്റർ വോൾട്ടേജ് ആണോ? അല്ല. മാക്സിമം ഇൻഡക്ടൻസിന് വേണ്ടിയാണോ? അല്ല. റെഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ ആണോ? അതുമല്ല. എന്താ? കറണ്ട് കൂടുതൽ ക്യാരി ചെയ്യാനായിട്ടാണ്. കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാനായിട്ടാണ് സീരീസ് ജനറേറ്ററിൽ തിക്ക് ആയിട്ടുള്ള ഫീൽഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? റൈറ്റ്. The terminal voltage of a long shunt DC generator could be determined as. ലോങ് ഷണ്ട് DC generator, ഞാൻ പറഞ്ഞു ഇതിലൊരു 5 സർക്യൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് 2-3 സർക്യൂട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് കോമ്പൗണ്ട് ജനറേറ്റർ, ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ഷണ്ട് പാരലൽ ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന എന്തായിരിക്കും? ലെങ്ത് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ലോങ് ഷണ്ടിലാകുമ്പോൾ നമുക്ക് സീരീസ് ആർമേച്ചർ, ഇത് സീരീസ് ഫീൽഡ് RSC, ഇവിടെ
ജനറേറ്റഡ് EMF ഉണ്ട്, ദെൻ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ലോങ് ഷണ്ട് ആവുമ്പോൾ നീളം കൂടുതലാണ് ഷണ്ടിന്. അപ്പൊ മൊത്തത്തിന് ഇത് സീരീസ് ഫീൽഡിനും ആർമേച്ചറിനും എക്രോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഷണ്ട് കണക്ഷൻ വരും. അപ്പോ ഇവിടെ നോക്കിയാൽ ആർമേച്ചർ കറണ്ട് IA എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ISCക്ക് ഈക്വൽ ആയിരിക്കും, സീരീസ് ഫീൽഡ് കറണ്ടിന് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇനി അത് ഇവിടെ വന്നിട്ട് എന്താവും, ഇവിടെ ഈ ISC വന്നിട്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പൊ ഷണ്ട് ഫീൽഡ് കറണ്ട് വേണ്ടേ, ഷണ്ട് ഫീൽഡ് കറണ്ട് വേണം. ബാക്കിയാണ് എന്ത് ചെയ്യുക, ലോഡിലേക്ക് വരിക, ലോഡ് IL, ലോഡ് കറണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ, IA എന്ന് പറയുന്നത് എന്തായി, IA ഇവിടെ വന്ന് സ്പ്ലിറ്റ് ആയി. ഇനി നോക്കാം, ഇവിടെ എന്താ ടെർമിനൽ വോൾട്ടേജ് ആ ചോദിക്കുന്നത്. നമുക്ക് V, ടെർമിനൽ വോൾട്ടേജ് V പ്ലസ് മൈനസ്. അപ്പൊ ഇവിടെ എന്താ പ്ലസ് മൈനസ്. ഇനി നോക്ക്, ഇങ്ങോട്ട് വരുന്ന വോൾട്ടേജ് ഇവിടെ വരുന്ന വോൾട്ടേജ്, ഈ കറണ്ട് ഉണ്ടല്ലോ IL, അത് എന്തിലെ കൂടെയൊക്കെയാ പാസ് ചെയ്ത് വരുന്നത്, സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട് RA അല്ലെ, ആർമേച്ചറിന് റെസിസ്റ്റൻസ് RA ഉണ്ട്, സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ് ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കറണ്ട് ഷണ്ടിലേക്ക് പോയിട്ട് ബാക്കിയാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് കിട്ടുക. അപ്പൊ ഇവിടുത്തെ ഡ്രോപ്പ് എന്താ, ഇവിടെ നമ്മൾ വോൾട്ടേജ് മൊത്തത്തിൽ നോക്കിയാൽ, അതായത് നമ്മുടെ KVL നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലൂപ്പിൽ നമ്മൾ KVL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് റേസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പിന് ഈക്വൽ അല്ലേ. വോൾട്ടേജ് റേസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പിന് ഈക്വൽ ആണ്. KVL അതാ പറയുന്നത്. ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും, 0. ടോട്ടൽ വോൾട്ടേജ് 0. അപ്പൊ വോൾട്ടേജ് റേസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ ഇവിടെ വോൾട്ടേജ് എവിടെ ഉണ്ടാവുന്നത്, EG ഉണ്ടോ, EG ഇതേ സൈൻ തന്നെയാണ്, പ്ലസ് മൈനസ് ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഈ ജനറേറ്റഡ് വോൾട്ടേജ് EG എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വലാ, ഡ്രോപ്പ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് വരുന്നുണ്ട്, പ്ലസ് കറണ്ട് ഏതിലൊക്കെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് RAയിലും RSയിലും കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ IA ഇൻറ്റു RA പ്ലസ് RSC. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും വോൾട്ടേജ് ഡ്രോപ്പാ. ആ ടെർമിനൽ വോൾട്ടേജ് Vയും ഇത് റെസിസ്റ്റൻസിലെ ഡ്രോപ്പും. അത് എന്തിനു ഈക്വലാ, ജനറേറ്റഡ് വോൾട്ടേജ്. അപ്പൊ ജനറേറ്റഡ് വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് ടെർമിനലിൽ കിട്ടോ, ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അവിടെ സ്പ്ലിറ്റ് അപ്പ് ആവും. ജനറേറ്റഡ് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്നത് എന്ത് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്, ഈ ഡ്രോപ്പുകൾ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാലോ, ഇവിടെ ഇക്വേഷൻ എന്താ, ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ ചോദിക്കുന്നത്. സോ V, ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ, ടെർമിനൽ വോൾട്ടേജ്, ജനറേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ജനറേറ്റഡ് EMFൽ നിന്ന് ഡ്രോപ്പുകൾ കുറച്ചിട്ട് കിട്ടുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ജനറേറ്റഡ് വോൾട്ടേജിൽ നിന്ന് ഡ്രോപ്പുകൾ കുറച്ചിട്ട് കിട്ടുന്നതാണ്. ഒരു ഡ്രോപ്പ് എന്താണ്, ആർമേച്ചർ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ഉണ്ടാവും, സീരീസ് ഫീൽഡിൽ ഡ്രോപ്പ് ഉണ്ടാവും. സോ ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഏതാണ് ആൻസർ വരിക, ഡി, ഓപ്ഷൻ ഡി ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരിക. EG മൈനസ് IA ഇൻറ്റു RA പ്ലസ് RSC. ഓക്കെ, റൈറ്റ്. ഇതേ സാധനം തന്നെ എന്തിലും വരിക, ഇത് തന്നെയാണ് നമുക്ക് സീരീസ് ജനറേറ്ററിലും വരിക കേട്ടോ, സീരീസ് ജനറേറ്ററിലും വരിക. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഫോർ ആർക്ക് വെൽഡിംഗ്. ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടൈപ്പ് ഓഫ് ജനറേറ്ററിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഫോർ ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന ജനറേറ്റർ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഏതാ ആൻസർ എന്ന് പറയുന്നത്, ഫിഫ്ത്ത് വണ്ടെ ആൻസർ ഡി ആണ്. ഒന്നും നോക്കണ്ട, പഠിച്ചു വെച്ചോ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആണ് ആർക്ക് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ദ ഷണ്ട് ജനറേറ്റർ സപ്ലൈസ് 500 ആംപിയർ. ഷണ്ട് ജനറേറ്റർ 500 ആംപിയർ സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര വോൾട്ടില്, 500 വോൾട്ടില്. കാൽക്കുലേറ്റ് ദി ജനറേറ്റഡ് EMF if the armature and shunt field resistance are 0.02 and 125 ohms respectively. ഷണ്ട് ജനറേറ്റർ ആണ് പറയുന്നത്, ഷണ്ട് ജനറേറ്റർ. അപ്പൊ ഷണ്ട് ജനറേറ്ററിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഷണ്ടിന് നമുക്ക് ഒരു റെസിസ്റ്റൻസും കൊടുക്കാം, അതായത് ആർമേച്ചർ റെസിസ്റ്റൻസും ഷണ്ടിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ആർമേച്ചർ ഉണ്ട്, ദെൻ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഉണ്ട്, ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു ആർമേച്ചർ റെസിസ്റ്റൻസ് RA നമുക്ക് എടുത്താല്, ആർമേച്ചർ റെസിസ്റ്റൻസ് RA അതിവിടെ ഒരു പറയുന്നുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഷണ്ട് ജനറേറ്റർ സപ്ലൈഡ്
500 ആംപിയർ. അപ്പൊ പുറത്തേക്ക് എത്ര ആംപിയർ കൊടുക്കുന്നുണ്ട്? 500 ആംപിയർ. വോൾട്ടേജ് എത്ര? 500 വോൾട്ടില് 500 വോൾട്ട്. അപ്പൊ പുറത്ത് കിട്ടുന്നത് 500 വോൾട്ട് കിട്ടുന്നുണ്ട്, 500 ആംപിയർ കിട്ടുന്നുണ്ട്. നമുക്ക് ഇ ജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ജി ഇത് പ്ലസ് മൈനസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ് മൈനസ് ഇങ്ങനെ ആയിരിക്കും വരിക. ഇ ജി കണ്ടുപിടിക്കണം. ഇവിടെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസും ആർമേച്ചർ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് എത്ര വന്നിട്ടുണ്ട്? 0.02 ഓം. 0.02 ഓം. ഇനി ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 125 ഓം. 125 ഓം. ഇത്രയും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇ ജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ജി നോക്കാം. നോക്കി നമുക്ക് എന്ത് വരും? ഈ കറണ്ട് നമുക്കറിയാവോ? അറിയില്ല. ഈ കറണ്ട് നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് ഇ ജി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇ ജി എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും? ഇ ജി എന്ന് പറയുന്നത് ഈ ആർമേച്ചറിലെ ഡ്രോപ്പ്. നമ്മുടെ ഇ ജി എന്ന് പറയുന്നത് വോൾട്ടേജ് പ്ലസ് ഡ്രോപ്പ്. ആർമേച്ചറിലെ ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. കാരണം കറണ്ട് ഷണ്ടിലേക്ക് പോകുന്നത് നമുക്കിവിടെ വിഷയമില്ല. ഐ എസ് എച്ച് ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഉണ്ടാക്കുന്നില്ല. ഐ എസ് എച്ച് ഇവിടെ ഫീൽഡ് എക്സൈറ്റേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വന്നിട്ട് കറണ്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവുന്നതേ ഉള്ളൂ. സോ ഈ ആർമേച്ചർ കറണ്ട് ഐ എ നമുക്കറിയാവോ? ഐ എ നമുക്കറിയില്ല. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇ ജി എന്ന് പറയുന്നത് വി പ്ലസ് ഐ എ ആർ എ ആണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ടെർമിനൽ വോൾട്ടേജ്. ഞാൻ നേരത്തെ പറഞ്ഞു ടെർമിനൽ വോൾട്ടേജ് എന്താ? ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ ജനറേറ്റഡ് ഇ എം എഫിൽ നിന്ന് ഡ്രോപ്പ് കുറയ്ക്കുക. ഇവിടെ ഡ്രോപ്പ്, ഇവിടെ എത്തുന്ന കറണ്ട് ഏത് വഴിക്കാണ് കയറി വരുന്നത്? റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസ് വഴി മാത്രമേ വരുന്നുള്ളൂ അല്ലെ? സോ ഐ എ ആർ എ ആണ് വരുന്നത്. ഐ ആർ. ഒരു ജനറേറ്ററിന്റെ സാധാരണ ഇക്വേഷൻ ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. ജനറേറ്ററിന്റെ നോർമൽ ഇക്വേഷൻ ചോദിച്ചാലും ഇത് രണ്ടും യൂസ് ചെയ്യും. ജനറേറ്റഡ് ഇ എം എഫും ടെർമിനൽ വോൾട്ടേജും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. സോ ഇതില് നമുക്കറിയാന്നുള്ളത് എന്താ? 500 ആംപിയർ ലോഡ് കറണ്ട് ഉണ്ടെന്ന് മാത്രമേ നമുക്കറിയാവൂ. ലോഡ് കറണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ ഷണ്ടിന്റെ ഇക്വേഷൻ എഴുതാൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ആർമേച്ചർ കറണ്ടിൽ നിന്ന് ഷണ്ട് കറണ്ട് കുറച്ചിട്ട് ഈക്വലാണ്. അപ്പൊ ആർമേച്ചർ കറണ്ട് എന്ത് കിട്ടും? ലോഡ് കറണ്ടിന്റെ കൂടെ ഷണ്ട് കറണ്ട് കൂട്ടണം. ഷണ്ട് കറണ്ട് നമുക്കറിയാമോ? അറിയില്ല. പക്ഷെ ഈ വോൾട്ടേജ് അറിയാലോ. ഇത് പാരലൽ. ആർമേച്ചറും ഈ ഷണ്ട് റെസിസ്റ്റൻസും പാരലൽ. അപ്പൊ 500 വോൾട്ട് എന്ന് പറയുന്നത് 125 ഓമിന് പാരലാണ്. അപ്പൊ നമുക്ക് ഷണ്ട് കറണ്ട് കണ്ടുപിടിക്കാം. ഐ എസ് എച്ച് അല്ലെ? 500 ഡിവൈഡഡ് ബൈ 125. 500 ഡിവൈഡ് ബൈ 125 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ആംപിയർ എന്ന് കിട്ടും. 4 ആംപിയർ. ഐ എസ് എച്ച് 4 ആംപിയർ ആണ്. ഐ എസ് എച്ച് 4 ആംപിയർ ആണെങ്കിൽ ഐ എ എന്ത് വരും? ഐ എ എന്തായിട്ട് മാറും? ലോഡ് കറണ്ട് 500 പ്ലസ് ഐ എസ് എച്ച് എന്ന് പറയുന്നത് 4 ആണ്. അതായത് 504 അല്ലെ? 504 ആംപിയർ ആയിട്ട് മാറും. 504 ആംപിയർ. ഓക്കെ. 504 ആംപിയർ. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വന്നാൽ നമുക്ക് ഇ ജി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇ ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ടെർമിനൽ വോൾട്ടേജ് എത്ര? 500. ഓക്കെ. ടെർമിനൽ വോൾട്ടേജ് 500 പ്ലസ് ഐ എ ആർ എ. ഐ എ ആർ എ എന്ന് പറഞ്ഞാൽ ഐ എ നമുക്ക് കിട്ടിയ എത്ര? 504 ഇൻറ്റു ആർ എ. ആർ എ എന്താ? 0.02 അല്ലെ? 0.02. ഇപ്പൊ എന്ത് കിട്ടും? 500 പ്ലസ് 504 ഇൻറ്റു 0.02 2 ഇൻറ്റു 504. 2 ഇൻറ്റു 504 എത്ര? 1008. 2 ഇൻറ്റു 504 1008 ആണ്. 1008 ആണ്. ഇതിൽ എത്ര സ്ഥാനം മാറ്റിയാൽ നമ്മൾ ഉത്തരേണ്ടത്? ഡെസിമൽ പോയിന്റ് കൊടുക്കേണ്ടത്. ദശാംശസ്ഥാനം എത്ര എണ്ണം മാറ്റണം? 2. അപ്പൊ 10.08. 500 പ്ലസ് 10.08 എത്ര കിട്ടും? 510.08. 510.08. ഓക്കെ. റൈറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോഡ് കറണ്ട് ഓഫ് എ ഡി സി സീരീസ് ജനറേറ്റർ ഈസ്. ലോഡ് കറണ്ട് ഡി സി സീരീസ് ജനറേറ്റർ ലോഡ് കറണ്ട് എന്തിന് ഈക്വൽ? ഡി സി സീരീസ് ജനറേറ്റർ ഞാൻ നേരത്തെയും വരച്ചതാണ്. ഇവിടെ ഇതാണ് സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് സി. നമുക്കിവിടെ ഒരു ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ ഉണ്ടാവും. ദെൻ ഇ ജി. ഓക്കെ. അപ്പൊ നമുക്ക് ലോഡ് കറണ്ട് ഐ എൽ എന്തിന് ഈക്വലാ? ഐ എക്ക് ഈക്വൽ. അത് തന്നെയാണത് ഐ എസ് സിക്ക് ഈക്വൽ. ഞാൻ നേരത്തെ എഴുതിയ ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു സീരീസ് ഫീൽഡ് കറണ്ട് ഈക്വൽ ടു ലോഡ് കറണ്ട്. അപ്പൊ ലോഡ് കറണ്ട് ഓഫ് ദി സീരീസ് ജനറേറ്റർ ഈസ് ഈക്വൽ ടു ഷണ്ട് ഫീൽഡ് ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു സീരീസ് ഫീൽഡ് കറണ്ട്. ഓക്കെ. ഈക്വൽ ടു സീരീസ് ഫീൽഡ് കറണ്ട്. ഇത് രണ്ട് വരുന്ന ഏതിനാ? ഇത് കോമ്പൗണ്ട് ജനറേറ്ററിന്റെ കേസിലാണ് വരുന്നത്. ഇത് നമുക്ക് വിടാം. സോ ഓപ്ഷൻ ബി, 7th കൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉള്ള ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ഡി സി ജനറേറ്റർ ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത്. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഓർമ്മയുണ്ടോ?
നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ലോങ് ഷണ്ട് നോക്കിയായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എന്തുണ്ട്? സീരീസ് റെസിസ്റ്റൻസ്, ആർമേച്ചർ, ദെൻ ആ രണ്ടെണ്ണത്തിനും പാരലായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ ഷണ്ട് കണക്ഷൻ വരുന്നത്. RSH വരുന്നത്. RSH, ഇത് RSC, ഇത് EG ജനറേറ്റർ വരുന്നത്, EG ആൻഡ് RA. അപ്പോ ആർമേച്ചറും റെസിസ്റ്റൻസ്, സീരീസ് ഫീൽഡിനും ആർമേച്ചറിനും സീരീസ് ഫീൽഡിനും പാരലായിട്ടാണ് ആര് വരുന്നത്? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് വരുന്നത്. സോ ഇൻ എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് സീരീസ് കണക്റ്റഡ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് കോമ്പിനേഷൻ. അല്ലെ, ആർമേച്ചറും സീരീസ് ഫീൽഡും കൂടെ സീരീസ് കണക്ഷൻ ചെയ്തിട്ട് അതിന് പാരലായിട്ടാണ് എന്ത് വരുന്നത്? ഷണ്ട് കണക്ഷൻ വരുന്നത് ലോങ് ഷണ്ടിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഷോർട്ട് ഷണ്ടിലാണെങ്കിൽ അത് എവിടെ വരും? ഷോർട്ട് ഷണ്ടിലാണെങ്കിൽ ഇവിടെ വരിക, ആർമേച്ചറിന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുക വരുന്നത്. ഓക്കെ, 9-1. In a separately excited DC generator, the field winding is powered by. Separately excited ആകുമ്പോൾ അവിടെ ഫീൽഡ് വൈൻഡിങ് എന്ത് ചെയ്യും? ഫീൽഡ് വൈൻഡിങ് നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കണം കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കണക്ഷൻ നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിന് കൊടുത്തിട്ട് ആർമേച്ചർ നമുക്ക് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. സോ ഇവിടെയാണ് ടെർമിനൽ വോൾട്ടേജ് V കിട്ടുക, ഇവിടെയാണ് ജനറേറ്റർ വോൾട്ടേജ് EG ഉണ്ടാവുക, ഇവിടെ ഒരു RA ഉണ്ടാവും. സോ ഇതാണ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഇവിടെ വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കണം. ആണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ബാക്കി നമ്മൾ പഠിക്കുന്ന ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട് ജനറേറ്റർ എല്ലാം സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് എന്ത് വരും? ഇറ്റ് ഈസ് പവേർഡ് ബൈ എന്താ പറയുക? അനദർ DC സോഴ്സ്. അല്ലെ, അനദർ DC സോഴ്സ് ആണ് വരിക. 10th question. കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് കോമ്പൗണ്ട് ജനറേറ്റർ ഞാനിപ്പോ പറഞ്ഞു, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, ഇതെല്ലാം എന്താ? ഇതെല്ലാം സെൽഫ് എക്സൈറ്റഡ് ആയിട്ടുള്ള ജനറേറ്റേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് സീരീസും ഷണ്ടും കോമ്പൗണ്ടും. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അത് വേറെ. സോ കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് എ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ഓക്കെ, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ഓക്കെ ആണോ? റൈറ്റ്. അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ എന്ന കോൺസെപ്റ്റിൽ ഓക്കെ ആ ഒരു ടോപ്പിക്കിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കിയത്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺസെപ്റ്റ് പഠിക്കുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻസും ചെയ്തു പോവുക. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 85 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഒപ്പം വരുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം നിങ്ങൾക്ക് സ്പീഡപ്പ് ചെയ്യാം. സോ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സീരീസിൽ കാണാം. താങ്ക് യു.